മത്സരം അവസാനിച്ചിരിക്കുന്നു. ബ്രസീൽ മുന്നോട്ട്, കാനറികൾ മുന്നോട്ട്. ചിറകരിഞ്ഞ് വീഴുന്നവരല്ല, ചിറകടിച്ച് വീഴുന്നവരല്ല, കുതിച്ച് പായുന്നവരാണ്. ആ സാമ്പാ താളം വീണ്ടും അവിടെ തന്നെ കാണും. ജോഗോ ബൊണീറ്റ തുടരും. ഹെക്സ എന്ന വലിയ സ്വപ്നത്തിലേക്ക് ബ്രസീൽ തുടരും. അവരുടെ പാദങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പെട്ടെന്ന് മടങ്ങിപ്പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി എന്ന ആ ബുദ്ധിരാക്ഷസന്റെ പല തന്ത്രങ്ങളും നമ്മൾ ഈ മത്സരത്തിൽ കണ്ടതാണ്. പിന്നിൽ പോയതാണ് ബ്രസീൽ. പക്ഷേ ബ്രസീലിന്റെ വമ്പൻ തിരിച്ചുവരവ് ബ്രസീൽ ആരാധകർക്ക് ഇത് ആഘോഷ നിമിഷം, ആവേശ നിമിഷം. പിന്നിൽ നിന്ന് പൊരുതിക്കയറി 1-നെതിരെ 2 ഗോളിന് ബ്രസീൽ ജപ്പാനെ വീഴ്ത്തിയിരിക്കുന്നു. തുടക്കത്തിൽ ഞെട്ടിയെങ്കിലും ഒടുവിൽ അന്തിമ വിജയം ബ്രസീലിൻ്റെത് തന്നെ. ഈ ലോകകപ്പിൽ ബ്രസീലിന്റെ ഏറ്റവും മികച്ച മത്സരമെന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാം. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച ബ്രസീൽ ഗോൾ കൺസീഡ് ചെയ്തെങ്കിൽ പോലും അത് തിരിച്ചടിക്കാനുള്ള ഊർജമായി കണ്ട് ഒടുവിൽ തിരിച്ചടിച്ച് കയറി വന്നിരിക്കുന്നു ലോക ചാമ്പ്യന്മാർ. എന്തുകൊണ്ടാണ് ലോക ഫുട്ബോളിൽ ബ്രസീലിനെ ഒരു തരത്തിലും എഴുതിത്തള്ളാൻ പാടില്ല എന്ന് ഓരോരുത്തരെയും ഓരോ എതിരാളികളെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മത്സരം കൂടിയാകുന്നു ഇത്. ബ്രസീൽ ആരാധകർക്ക് ഇത് സന്തോഷത്തിന്റെ നിമിഷം. റൗണ്ട് ഓഫ് 32-ൽ ഒരു പക്ഷേ പുറത്താവുമായിരുന്നെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത നിമിഷങ്ങളിലൊന്നായി മാറിയേനെ. പക്ഷേ അത് ഉണ്ടാവുന്നില്ല. എന്തായാലും ബ്രസീൽ ആരാധകർക്ക് ആഘോഷത്തിന്റെ നിമിഷം കൂടിയാണ്. മാർട്ടിനെല്ലിയുടെ ഗോളിൽ വിജയ ഗോൾ നേടിയത് ആഴ്സണൽ താരം മാർട്ടിനെല്ലി ടീമിനെ ലക്ഷ്യത്തിലെത്തിക്കുന്നു. ആദ്യം കാസമീറോയുടെ ഗോളിൽ സമനില പിടിക്കുന്നു. ഒടുവിൽ മത്സരം തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മാർട്ടിനെല്ലിയുടെ ആ തകർപ്പൻ ഗോളോടുകൂടി ജയം വരുന്നത്. ജപ്പാൻ ആരാധകർക്ക് സങ്കടത്തിന്റെ നിമിഷമാണ്. ഈ ലോകകപ്പിൽ അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റ മത്സരത്തിൽ പോലും തോറ്റിരുന്നില്ല. പക്ഷേ അവർക്ക് നിർണായക മത്സരത്തിൽ കാലിടർന്നു. തുടക്കത്തിൽ ഗോൾ അടിച്ചെങ്കിൽ പോലും അത് നിലനിർത്താൻ സാധിക്കുന്നില്ല. കൗണ്ടർ അറ്റാക്കുകളിലൂടെ കളം പിടിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ബ്രസീലിന്റെ ആക്രമണം ഇത് തടവില്ലാതെയുള്ള ആ അറ്റാക്കിന് മുന്നിൽ ഒരു തിരിച്ചടിക്കാനുള്ള ത്രാണി ഇല്ലാതെ ജപ്പാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.